നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അച്ഛൻ നിർബന്ധിക്കുന്നു. 6ാം ക്ലാസ്സുകാരി സ്കൂളിൽ വെച്ച് കൂട്ടുകാരിക്ക് എഴുതി നൽകിയ കുറിപ്പാണ് 2 വർഷം നീണ്ട ക്രൂരതയുടെ ചുരുളഴിച്ചത്. ആ കുറിപ്പിനുള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപികയുടെ മകളും സഹപാഠിയുമായ മറ്റൊരു കുട്ടി ഇത് കാണാനിടയായി. അങ്ങനെയാണ് എറണാകുളം കുറുപ്പുംപടിയിലെ വീട്ടിൽ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾ നേരിട്ട അതിക്രമങ്ങളുടെ കഥ പുറത്തു വന്നത്. അമ്മയുടെ കാമുകന്റെ ലൈംഗിക വൈകൃതം 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുടെ ജീവിതമാണ് തകർത്തത്. ആ വീട്ടിൽ കുട്ടികൾ നരകയാതന അനുഭവിച്ചത് അമ്മയുടെ അറിവോടെയാണോ? അതും അറിഞ്ഞിട്ടും അമ്മ മറച്ചു വെച്ചതാണോ? സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി യുവതികൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ കൂടി മനസ്സിലാക്കണം. എന്താണ് കുറുപ്പുംപടിയിലെ ആ വീട്ടിൽ സംഭവിച്ചത്? ഇതോടൊപ്പം കണ്ണൂരിലെ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ട വാർത്ത കൂടിയുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തോക്കും കത്തിയും എടുത്ത് കൊല്ലും കൊലയും നടത്തുന്ന മലയാളി. കണ്ണൂർ കൈതപ്പുറത്തുണ്ടായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നും. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു അരുംകൊല. കേസിൽ പെരുമ്പടപ്പ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിർമ്മാണ കരാറുകാരനാണ് പ്രതിയായ സന്തോഷ്. കൊലപാതക കാരണം വ്യക്തമല്ല. നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കമാകാം സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. ടോമെ, വൈകിട്ട് 7 മണിയോടെയാണ് കണ്ണൂർ കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പടവ് സ്വദേശി സന്തോഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപം വോളിബോൾ കളിക്കുകയായിരുന്ന പ്രദേശവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചതും. തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും പെരുമ്പടവ് സ്വദേശിയായ ഈ സന്തോഷ് നിർമ്മാണം നടക്കുന്ന ഈ രാധാകൃഷ്ണന്റെ വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായതായും ഒരു വിവരമുണ്ട്. ഏതായാലും സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് നാട്ടുകാരും പറയുന്നത്. താൻ എല്ലാം പറയാമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുമ്പോൾ പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും കാട്ടുപന്നി ശല്യത്തിനുള്ള റെസ്ക്യൂ ടീം അംഗം കൂടിയാണ് ഈ സന്തോഷ് എന്ന് പറയുന്നത്. ഇയാളുടെ കൈവശം സ്വന്തമായി തോക്ക് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ രാധാകൃഷ്ണനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള പോസ്റ്റ് ഇട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ അത്തരത്തിൽ പോസ്റ്റ് ഇട്ടതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി ഇവിടെ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ടോം, എറണാകുളം കുറുപ്പുംപടിയിലെ അച്ഛനും അമ്മയും 2 പെൺമക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം. കുട്ടികളുടെ കളിയും ചിരിയും നിറഞ്ഞ വീട്. 2 വർഷം മുൻപ് അച്ഛന് ഗുരുതരമായൊരു രോഗം പിടിപെട്ടു. അതോടെ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നു. അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സഹായിക്കാനുമായി ഒരു ടാക്സി ഡ്രൈവർ സ്ഥിരം വീട്ടിലെത്തും. രോഗം കലശലായി അച്ഛൻ മരിക്കുമ്പോൾ കുട്ടികൾക്ക് 8ഉം 10ഉം വയസ്സ് പ്രായം. മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാതെ യുവതി പകച്ചു നിൽക്കുമ്പോഴാണ് സഹായത്തിന് ആ ഡ്രൈവർ അയ്യമ്പുഴ സ്വദേശി ധനേഷ് വീണ്ടും എത്തുന്നത്. പതിയെ അമ്മയുമായി സൗഹൃദം. പിന്നീട് പല ദിവസങ്ങളിലും അയാളുടെ താമസം പോലും ഈ വീട്ടിലായി. അമ്മയോടുള്ള അടുപ്പം മുതലെടുത്ത് കുട്ടികളോടും വാത്സല്യം കാട്ടി. അമ്മയില്ലാത്ത സമയത്ത് അയാൾ കുട്ടികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. 2 വർഷത്തിന് ശേഷമാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഒടുവിൽ ധനേഷ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. രണ്ടു വർഷം മുൻപാണ് പീഡനത്തിനിരയായ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയും പ്രതി അയ്യമ്പുഴ സ്വദേശി ധനേഷ് കുമാറും തമ്മിൽ പരിചയത്തിലാകുന്നത്. കുട്ടികളുടെ അച്ഛൻ രോഗബാധിതനായപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാനെത്തിയ ടാക്സി ഡ്രൈവർ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുടെ സുഹൃത്തായി. അന്ന് തുടങ്ങിയതാണ് കുഞ്ഞുങ്ങളുടെ മേലുള്ള ഈ അതിക്രമം.
മൂത്ത പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു. അതിലാണ് കുട്ടിയുടെ സുഹൃത്തുക്കളെ ധനേഷ് കാണാനിടയായത്. തുടർന്ന് കൂട്ടുകാരികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുട്ടിയെ നിർബന്ധിക്കാൻ തുടങ്ങി. ധനേഷിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ കുട്ടി തന്റെ സുഹൃത്തിന് ഒരു കുറിപ്പെഴുതി നൽകി. അതിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അച്ഛൻ നിർബന്ധിക്കുന്നു. ക്ലാസ്സിലെ തന്നെ മറ്റൊരു കുട്ടി ഈ കുറിപ്പ് കണ്ടു. അവളുടെ അമ്മ അവിടുത്തെ അധ്യാപികയാണ്. ആ കുറിപ്പിനുള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു. ചിറകുമുളയ്ക്കാത്ത 2 കുഞ്ഞുങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ അതിക്രമങ്ങളും. പോലീസ് എത്തിയതോടെ ചിത്രം കൂടുതൽ വ്യക്തമായി. Danesh Kumar, living together with mother, is asking this elder sister to bring one more friend to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident, and we went to the school, recorded statement of the elder girl, and based on the statement we have arrested the accused Danesh Kumar, 38 വയസ്സുണ്ട്, അയംപുര നേറ്റീവ്, ജോലി ഡ്രൈവർ ആയിരുന്നു. സോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൺഗോയിങ്. ഏറെ നാളായി കുറുപ്പുംപടിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അമ്മയും 2 പെൺമക്കളും. അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്താണ് ധനേഷ് കുട്ടികളെ പീഡനത്തിനിരയാക്കിയത്. 2023 ജൂൺ മുതൽ ധനേഷ് കുട്ടികളെ പീഡനത്തിനിരയാക്കിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. അമ്മയുടെ അറിവോടെ ആയിരുന്നോ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതെന്ന അന്വേഷണത്തിലാണ് പോലീസ്. കുട്ടികളിൽ ഒരാൾ എഴുതി നൽകിയ ഒരു വരി കുറിപ്പിൽ നിന്നും അവരുടെ ടീച്ചർക്ക് എല്ലാം മനസ്സിലാക്കാനായി. അതേസമയം ആ വീടിനുള്ളിൽ തന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന സമ്മർദ്ദം തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് കഴിയാതെ പോയത് എന്ത് ജാഗ്രതാ കുറവ് കൊണ്ടാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇതുതന്നെയായിരുന്നില്ലേ വാളയാറിലെ കുഞ്ഞുങ്ങൾക്കും സംഭവിച്ചത്? മാതാപിതാക്കളുടെ ജാഗ്രത കുറവ് മൂലം ആ 2 പെൺകുഞ്ഞുങ്ങൾ ഭൂമിയിൽ നിന്നേ ഇല്ലാതായി. കുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സാഹചര്യം CWCയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസ്. മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിക്കാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊലപാതകം നടന്ന് 4.5 വർഷത്തിന് ശേഷം കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. 13 പ്രതികളുണ്ടായിരുന്ന കേസിൽ 3 പേർ കുറ്റക്കാരെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് വിധിച്ചത്. കേസിൽ 9 പേരെ വെറുതെ വിട്ടു. ശനിയാഴ്ചയാണ് ശിക്ഷാവിധി. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താത്ത കേസിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളായിരുന്നു. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയൽ DNA ഫലവും കേസിൽ മാപ്പുസാക്ഷിയായ നൌഷാദ് നൽകിയ ദൃശ്യങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതായി കോടതി പറഞ്ഞു. മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ഇല്ലെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് തെളിയിക്കാൻ സാധിച്ചത് അത്യപൂർവമാണെന്ന് പ്രോസിക്യൂട്ടർ. ഡെഡ് ബോഡി ഇല്ല, ഈ തട്ടിക്കൊണ്ടുവരിക, കൊലപാതകം, ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ FIRഉം അതിൻ്റെ അന്വേഷണവും പോകുന്നത്. അവസാനമായിട്ട് 42 മുടികളാണ് സയൻറ്റിഫിക് ഇവർ ശേഖരിച്ചത്. മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് തട്ടിക്കൊണ്ടുപോകലടക്കം വിവിധ കുറ്റങ്ങളാണ്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ പോയതാണ് അവരെ വെറുതെ വിടാനുള്ള കാരണം. അന്നത്തെ മലപ്പുറം SP സുജിത് ദാസിന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് മുഖ്യപ്രതിയടക്കം ശിക്ഷിക്കപ്പെടുന്നതിന് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൺവിക്ഷൻ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന്
ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുൻ SP ശ്രീ സുജിത് ദാസ് IPS നേതൃത്വത്തിലുള്ള ടീം he has done an outstanding job in this. 2019 ഓഗസ്റ്റിലാണ് മൂലക്കുരു ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യമറിയുവാനായി ഷൈബിൻ അഷ്റഫിന്റെ സംഘം ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത്. 2020 ഒക്ടോബറിൽ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടുതടങ്കലിൽ വെച്ച് അതിക്രൂര പീഡനങ്ങൾക്കൊടുവിൽ ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടു. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി ചാലിയാറിൽ തള്ളി. ഏപ്രിൽ അവസാനം കേസിലെ പ്രതികളിൽ ഒരാളായ നൌഷാദ് തിരുവനന്തപുരത്ത് നടത്തിയ ആത്മഹത്യാ ശ്രമവും തുടർന്ന് നടത്തിയ വെളിപ്പെടുത്തലുമാണ് ഈ കൊലപാതകം പുറത്തുവരാൻ വഴിയൊരുക്കിയത്. കേസിലെ 7ാം പ്രതിയായ നൌഷാദിനെ പിന്നീട് കോടതി മാപ്പുസാക്ഷിയാക്കി. 2022 മെയ് മാസത്തിൽ അറസ്റ്റിലായ പ്രതികൾ കസ്റ്റഡിയിലിരിക്കെയാണ് വിചാരണയും പൂർത്തിയായിട്ടുള്ളത്. ഷൈബിൻ അഷ്റഫും സംഘവും വിദേശത്ത് നടത്തിയ 2 കൊലപാതക കേസുകളും അന്വേഷിച്ച് CBI ഇതിനോടകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൃതദേഹം ലഭിക്കാത്തൊരു കേസിൽ കുറ്റം തെളിയിച്ചെന്ന അപൂർവത. മൃതദേഹമോ അവശിഷ്ടങ്ങളോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നുമില്ലാതിരുന്ന കേസിലാണ് ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതി വിധി പറഞ്ഞത്. മൈസൂരുവിലെ ഒറ്റമൂലി വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തി ശരീരം ചെറിയ കഷ്ണങ്ങളാക്കി പുഴയിൽ ഒഴുക്കിയെന്നാണ് കേസ്. അന്ന് മൃതദേഹാവശിഷ്ടം പുഴയിൽ തള്ളാൻ കൊണ്ടുപോയ കാറിൽ നിന്നും കിട്ടിയ മുടിക്കഷ്ണങ്ങളാണ് കേസിൽ നിർണായകമായത്. കേസിന്റെ നാൾവഴികളിലേക്ക്. ഓഗസ്റ്റ് 1 പാരമ്പര്യ വൈദ്യൻ മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഷൈബിൻ അഷ്റഫിന്റെ കൂട്ടാളികൾ വീട്ടിൽ നിന്നും വിളിച്ചിറക്കുന്നു. മൂലക്കുരുവിനുള്ള ഒറ്റമൂല്യ രഹസ്യം ചോർത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി 1 വർഷത്തിലധികം ഷൈബിന്റെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ ഷാബാസ് ഷെരീഫിനെ തടവിൽ പാർപ്പിച്ചു. രഹസ്യം വെളിപ്പെടുത്താതിരുന്നതോടെ ക്രൂരമർദ്ദനം. 2020 ഒക്ടോബറിൽ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി. 2022 ഏപ്രിൽ 24 നിലമ്പൂർ സ്വദേശിയായ ഷൈബിന്റെ വീട്ടിൽ ആക്രമണമുണ്ടായി. ഷൈബിന്റെ പരാതിയിൽ കവർച്ചാ കേസിൽ അറസ്റ്റിലായ നൌഷാദ് ഷൈബിന്റെ കൊലപാതക വിവരങ്ങൾ വെളിപ്പെടുത്തി. ഇതോടെയാണ് ഷാബാസ് ഷെരീഫിന്റെ കേസിൽ വഴിത്തിരിവുണ്ടായത്. നൌഷാദ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ ഷൈബിന്റെ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ മൃതദേഹം കണ്ടെത്താനാകാത്ത കേസിൽ കൊലപാതകം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. മുൻ മലപ്പുറം പോലീസ് മേധാവി സുജിത് ദാസ് നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചു. മൃതശരീരം പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. അതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും അടഞ്ഞു. ഇതിനിടെയാണ് ഷാബാസ് ഷെരീഫിനെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഷൈബിൻ അഷ്റഫ് ഉപയോഗിച്ച കാറിൽ നിന്ന് ലഭിച്ച തലമുടി ഷാബാസ് ഷെരീഫിന്റെയാണെന്ന് മൈറ്റോകോൺട്രിയ DNA പരിശോധനയിൽ കണ്ടെത്തി. ഇതും കേസിന് ബലം നൽകി. അസ്വാഭാവിക മരണം മാത്രമായി കണ്ട് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു കേസിൽ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് നടത്തിയ ശ്രമങ്ങളാണ് ഇതിൽ നിർണായകമായത്. കൊലക്കുറ്റം ചുമത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും ലഭിക്കാതെയാണ് വിചാരണ കാലാവധി പൂർത്തിയാക്കിയത്. പ്രതികളുടെ സ്വാധീനം കണക്കിലെടുത്ത് അഡ്വക്കേറ്റ് കൃഷ്ണൻ നമ്പൂതിരിയെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരുന്നു. നൌഷാദ് മാപ്പുസാക്ഷിയായി കോടതിയിൽ നൽകിയ മൊഴികളും കൊലപാതക ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയും കേസിൽ നിർണായകവുമായി. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ ജിബിൻ താജ് പ്രതികളെ കോടതിയിൽ തിരിച്ചറിഞ്ഞു. ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോകുന്ന ബത്തേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, 1ാം പ്രതി ഷൈബിൻ അഷ്റഫ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കേസിൽ ആകെ 13 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ 3 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. 9 പേരെ വെറുതെ വിട്ടു. മൃതദേഹം ലഭിച്ചില്ലെങ്കിലും
ശിക്ഷിക്കാമെന്ന് ഇന്ത്യൻ തെളിവ് നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും പറയുന്നുണ്ടെങ്കിലും അത് വളരെ അപൂർവമാണ്. അതിനാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് 18 മലപ്പുറം. പ്രണയച്ചതിയുടെയും പ്രണയപ്രതികാരത്തിൻ്റെയും പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. പ്രണയിച്ച് ചതിക്കുന്നവരെ തല്ലാനും കൊല്ലാനും പോയാൽ സ്വന്തം ജീവിതം തന്നെയാകും നശിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടർ കാമുകന് കൊടുത്തത് 8ന്റെ പണിയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സാമിർ ഇബ്രാഹിം യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് യുവതി താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മാതാപിതാക്കളെയും കൂട്ടി കാമുകന്റെ മലപ്പുറം വളാഞ്ചേരിയിലെ വീട്ടിലേക്ക്. ഇനി സംഭവിച്ചതെന്താണെന്നല്ലേ? ആ കഥ ഇങ്ങനെയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി കുടുംബാംഗങ്ങളെ കൂട്ടി വളാഞ്ചേരി സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷത്തിലേറെ പേർ പിന്തുടരുന്ന വളാഞ്ചേരി സ്വദേശിയായ സമീർ ഇബ്രാഹിം എന്ന യുവാവിനെ തേടിയായിരുന്നു ഡോക്ടറായ യുവതിയും ബന്ധുക്കളും എത്തിയത്. യുവതിയും മാതാപിതാക്കളും യുവാവിന്റെ വീട്ടിലെത്തുകയും വിവാഹം കഴിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു. ഇരുകൂട്ടരും തമ്മിൽ വാക്കുവാദത്തിനിടയാവുകയും വിഷയത്തിൽ സമീപവാസികളും നാട്ടുകാരും ഇടപെടുകയും ചെയ്തു. തർക്കത്തിനിടെ യുവാവിന്റെ പിതാവിന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് യുവതിയും ബന്ധുക്കളും വളാഞ്ചേരി സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പരാതിമേൽ കേസെടുത്തതോടെ യുവാവ് ഒളിവിലാണ്. വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് യുവാവിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്നാൽ പീഡനം നടന്നത് താമരശ്ശേരിയിലായതിനാൽ കേസ് താമരശ്ശേരി പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരൂർ. മൊബൈൽ ഫോൺ മോഷ്ടിച്ചു നൽകിയാൽ പകരം കഞ്ചാവ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓഫറാണിത്. അങ്ങനെ കുട്ടികളെ ലഹരിക്കണിയിൽ വീഴ്ത്തുന്ന വലിയൊരു സംഘമുണ്ട് കോഴിക്കോട് ജില്ലയിൽ. കഴിഞ്ഞ രാത്രി പാലക്കാട് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പണം കവർന്ന കേസിലെ പ്രതികളെ പിടികൂടിയപ്പോഴാണ് ഈ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരം പുറത്തുവന്നത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ ജാസി, ആഷിഖ് എന്നിവർ ലഹരിയുടെ ഇടപാടുകാരാണ്. മോഷണം സൈഡ് ബിസിനസ്. കേരളത്തിലെ 10 ജില്ലകളിലായി ഇവർക്കെതിരെ 20 കേസുകളുണ്ട്. മോഷ്ടിച്ച ബൈക്കുകളിൽ കറങ്ങിയായിരുന്നു കവർച്ചയും കഞ്ചാവ് കച്ചവടവും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജീവനക്കാരന്റെ ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത്. അവ്യക്തമായി ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ പയ്യോളി, വടകര എന്നിവിടങ്ങളിലെ പെട്രോൾ പമ്പുകളിലും പ്രതികൾ മോഷണം നടത്തിയതായി കണ്ടെത്തി. കൊയിലാണ്ടിയിലെ ഒരു ഗോഡൌണിനടുത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്നും ഹെൽമറ്റ് മോഷ്ടിച്ചു. മോഷണ പരമ്പരകൾ തന്നെ നടത്തി പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോയ പ്രതികൾ കുളത്തൂർ ചന്തപ്പുറം സ്വദേശിക്ക് ബൈക്ക് വിറ്റു. പ്രതികളിലേക്കെത്തിയ പോലീസ് പരപ്പനങ്ങാടി ഭാഗത്ത് വെച്ച് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ ആക്രമിച്ച് കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത്. പിടികൂടുന്ന സമയം പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബൈക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെട്രോൾ പമ്പിലെ കവർച്ചയ്ക്ക് പിന്നിലും ഇവരാണെന്ന് തെളിഞ്ഞത്. 19 പുലർച്ചെ 1 മണിയോടെ പെട്രോൾ പമ്പിലെ മെഷീനോട് ചേർത്ത് ബാഗ് വെച്ച് ജീവനക്കാരൻ ഉറങ്ങുന്നതിനിടെയാണ് 48,000 രൂപ കവർന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടേതാണ് ബൈക്കെന്ന് കണ്ടെത്തി.
ലഹരിക്ക് അടിമകളായ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്ന സമയങ്ങളിലാണ് ഏറിയ പങ്ക് കുറ്റകൃത്യങ്ങളും ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് 10 ജില്ലകളിലായി 20 കേസുകൾ പ്രതികൾക്കെതിരെ നിലവിലുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതായും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് മൊബൈൽ ഫോണുകൾ മോഷ്ടിപ്പിക്കുന്നതിന്റെ പ്രതിഫലമായാണ് മയക്കുമരുന്ന് നൽകി വന്നത്. വടക്കഞ്ചേരി സ്റ്റേഷൻ ലിമിറ്റുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് രാത്രി 1 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അയാളുടെ കൈവശത്ത് ബാഗിൽ നിന്ന് ഒരു 40,800 രൂപ കവർ ചെയ്തെടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കേസിലേക്ക് നമ്മൾ അന്വേഷണം നടത്തി വരുമ്പോൾ ഇവരെ ആ മോഷണം നടത്തി വരുന്ന വഴിയിൽ വെച്ചിട്ട് ഇവരുടെ വീടിൻ്റെ സമീപത്ത് വെച്ച് നമ്മുടെ കേസിൻ്റെ ഭാഗമായിട്ട് നമ്മളവരെ അറസ്റ്റ് ചെയ്യുക. അവരുടെ കൈവശത്ത് കണ്ട ആ ബൈക്കിനെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ വടക്കഞ്ചേരിയിൽ മോഷണം നടത്തിയ ബൈക്കാണെന്ന് തെളിയുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് നമ്മളിവരെ നമ്മുടെ കേസിലേക്ക് കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്വേഷണം നടത്തിയതിൽ ഇവർക്ക് കേരളത്തിൽ ഉടനീളം 10 ജില്ലകളിൽ 2 പ്രതികൾക്കും കൂടി ഏകദേശം 20ഓളം കേസുകളുള്ളതായിട്ടാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളുടെ ലഹരി ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ മോഷണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ദാമ്പത്യ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നും തെരുവിലേക്കും ജോലിസ്ഥലത്തേക്കും വരെ നീളുന്ന കാഴ്ച. കണ്ണൂർ തളിപ്പറമ്പിൽ ബാങ്ക് ജീവനക്കാരിയെ ഭർത്താവ് ഓഫീസിൽ കയറിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. SBI തളിപ്പറമ്പ് പൂവം ബ്രാഞ്ചിലെ ജീവനക്കാരി അനുപമയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ബാങ്കിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി സാഹസികമായാണ് ഭർത്താവ് അനുരൂപിനെ കീഴ്പ്പെടുത്തിയത്. പിന്നീട് പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ അനുപമ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തളിപ്പറമ്പ് പൂവം ശാഖയിലെ കാഷ്യർ ആലക്കോട് സ്വദേശി അനുപമയെയാണ് ഭർത്താവ് അനുരൂപ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വൈകിട്ട് 3:30 സംഭവം. ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന യുവതിയെ അനുരൂപ് പുറത്തേക്ക് വിളിക്കുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അതിനിടെ അനുരൂപ് കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ച് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ബാങ്കിലേക്ക് ഓടിയ യുവതിയെ ഭർത്താവ് പിന്തുടർന്നും വെട്ടി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് അനുരൂപിനെ ബാങ്കിൽ കെട്ടിയിട്ടു. തളിപ്പറമ്പ് CI ഷാജി പട്ടേലിയുടെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു. പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല. ദാമ്പത്യ പ്രശ്നത്തിലെ തർക്കമാകാം ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. യുവതിയുടെ പരിക്ക് ഗുരുതരമല്ല. യുവതിയെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 കണ്ണൂർ. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ഒരു കൊലപാതക കേസ്. 5-ാം ദിവസം മൃതദേഹം കനാലിൽ പൊങ്ങിയപ്പോഴാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഡൽഹി സ്വദേശിനിയും കോൾ സെന്ററിലെ ജീവനക്കാരിയുമായ യുവതിയെ കൊലപ്പെടുത്തിയത് അയൽവാസിയും സുഹൃത്തുമായ ഓട്ടോ ഡ്രൈവറാണ്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് കോമൾ എന്ന യുവതിയെ സുഹൃത്ത് ആസിഫ് കഴുത്ത് ഞെരിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. പിന്നീട് സുഹൃത്ത് സുബൈറിന്റെ സഹായത്തോടെ മൃതദേഹം കനാലിൽ തള്ളി. കേസിൽ 2 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മാർച്ച് 16-ന് കോമളിന്റെ മൃതശരീരം ഡൽഹിയിലെ ചൗള നഗറിലെ കനാലിൽ പൊങ്ങി വരുമ്പോഴാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തറിയുന്നത്. സീമാപൂരിലെ സുന്ദരി നഗറിൽ താമസിക്കുന്ന കോമൾ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്.
മൃതദേഹം കണ്ടെത്തുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിരുന്നു. അതേ തുടർന്നുള്ള അന്വേഷണം നടക്കവെയാണ് കോമളിനെ കൊന്ന് കനാലിൽ തള്ളിയ നിലയിൽ കാണപ്പെട്ടത്. സംഭവത്തിൽ കോമളിന്റെ സുഹൃത്തായ ആസിഫ് പോലീസ് പിടിയിലായി. ഇയാൾ ഓട്ടോ ഡ്രൈവറാണ്. ആസിഫിന്റെ സുഹൃത്ത് സുബൈറും കേസിൽ കൂട്ടുപ്രതിയാണ്. ഡൽഹിയിലെ ഒരു കോൾ സെന്ററിലെ ജീവനക്കാരിയാണ് കോമൾ. ഇവരുടെ അയൽക്കാരനാണ് കേസിലെ പ്രധാന പ്രതിയായ ആസിഫ്. കോമളിനോട് ആസിഫ് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നെങ്കിലും അവർ വഴങ്ങിയിരുന്നില്ല. യുവതിയെ കാണാതായ ദിവസം പ്രതി ആസിഫ് കോമളിനെ കാണാനെത്തുകയും വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. കൂട്ടുപ്രതിയായ സുബൈറും ഒപ്പം ഉണ്ടായിരുന്നു. കോമളിനെ നേരെ വീട്ടിലെത്തിക്കാതെ നഗരം ചുറ്റി തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു പ്രതിയുടെ പദ്ധതി. എന്നാൽ കോമൾ വഴങ്ങാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ആസിഫ് വാഹനത്തിനുള്ളിൽ വെച്ച് കോമളിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഷം സുബൈറിന്റെ സഹായത്തോടെ മൃതദേഹത്തിൽ കല്ലുവെച്ച് കെട്ടി കനാലിൽ തള്ളി ഇരുവരും രക്ഷപ്പെട്ടു. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. 17 तारीख को छावला पुलिस स्टेशन के जुरिडिक्शन में नजफगढ़ ड्रेन में एक डेड बॉडी की पीसीआर कॉल आती है. इमीडिएटली पुलिस टीम पहुंचकर डेड बॉडी को बाहर निकालते हैं और उसमें फॉरेंसिक टीम से इंस्पेक्शन कराया जाता है. फिर उसके बाद उसमें प्राइमा फेसी उसमें मर्डर का केस दर्ज होता है. मर्डर केस दर्ज होने के बाद टीमें उसके आइडेंटिफिकेशन और मेन एक्यूज के सर्च में लग जाती हैं. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വൈക്കം വെള്ളൂരിലെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവാവിന്റെ അഴുകിയ മൃതദേഹം. ബന്ധുവീട്ടിൽ നിന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വൃദ്ധമാതാപിതാക്കൾ ഇത് കണ്ട് ഞെട്ടി. വിവസ്ത്രനായാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നെ പോലീസിനെ വിവരമറിയിച്ചു. പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് അവരുടെ മകൻ നിതീഷ് എന്ന് തിരിച്ചറിഞ്ഞു. മരണകാരണം വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. വെള്ളൂർ സ്വദേശികളായ വിജയകുമാറും ഭാര്യ ഗീതയും മകൻ നിതീഷുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. വൃദ്ധ ദമ്പതികൾ ഒരാഴ്ച മുൻപ് ബന്ധുവീട്ടിൽ പോയിരുന്നു. മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ വരാന്തയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം മകന്റെ തന്നെയെന്ന് പ്രാഥമികമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരോടും അധികം സംസാരിക്കാത്ത ആളാണ് മകനെന്ന് ദമ്പതിമാർ പോലീസിന് മൊഴി നൽകി. ഫോൺ ചെയ്യുന്ന പതിവ് പോലും ഉണ്ടായിരുന്നില്ല. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണകാരണം എന്തെന്നറിയാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണകാരണം സംബന്ധിച്ച വ്യക്തതയുണ്ടാകൂ. മദ്യലഹരിയിൽ കാൽവഴുതി വീണുണ്ടായ അപകടം എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോട്ടയം. മദ്യപിച്ച് ലക്കുകെട്ട് വഴിയിൽ കിടക്കുകയും തല്ലുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ. ഇങ്ങ് ആലപ്പുഴയിലെത്തി കള്ളും കുടിച്ച് പ്രശ്നമുണ്ടാക്കിയത് ഒരു ബ്രിട്ടീഷുകാരനാണ്. UK സ്വദേശിയായ ജാക്ക് ബ്ലാക്ക്. ഏത് മദ്യമാണ് കുടിച്ചതെന്നറിയില്ല. എന്നാൽ മദ്യത്തിന്റെ ലഹരിയിൽ അയാൾ ഹോട്ടലിന്റെ ചില്ലടിച്ച് തകർത്തു. പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനോദസഞ്ചാരിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ജാക്കിന്റെ കാണാതായ മൊബൈൽ ഫോൺ തിരികെ നൽകാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണം.
ചൊവ്വാഴ്ച രാത്രി ജാക്കിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. നഗരത്തിലെ ബെയ്റൂട്ട് ഹോട്ടലിലെ ജീവനക്കാരനാണ് റോഡിൽ കിടന്ന ഫോൺ ലഭിച്ചത്. ഫോണിലേക്ക് വിദേശ പൗരൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ജീവനക്കാരൻ ഫോൺ കിട്ടിയത് സുരക്ഷിതമായി ഹോട്ടലിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. ഇത് വാങ്ങുന്നതിനാണ് ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ഇയാൾ ഹോട്ടലിലെത്തിയത്. ഫോൺ കിട്ടിയ ജീവനക്കാരൻ അപ്പോൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ അല്പസമയം കാത്തുനിൽക്കാൻ കൗണ്ടറിലുള്ളയാൾ ആവശ്യപ്പെട്ടു. ഹോട്ടൽ ജീവനക്കാരനെത്താൻ വൈകിയതോടെ മദ്യലഹരിയിലായിരുന്ന ജാക്ക് ഹോട്ടലിന്റെ ചില്ലുവാതിലുകൾ തകർക്കുകയായിരുന്നു. പിന്നീട് മുൻപിൽ വന്നവരോടെല്ലാം കയർത്ത് അക്രമാസക്തനായി. ആലപ്പുഴ സൗത്ത് പോലീസ് വിവരമറിഞ്ഞെത്തും മുമ്പേ നാട്ടുകാർ ഇയാളുടെ പിന്നാലെയോടി കീഴടക്കി. തുടർന്ന് പോലീസിന് കൈമാറി. പോലീസുകാരോടും ജാക്ക് വാക്കേറ്റത്തിലേർപ്പെട്ടു. 7 ദിവസമായി ഇയാൾ ആലപ്പുഴയിൽ വന്നിട്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മെഡിക്കൽ എടുക്കാൻ പോയ ആശുപത്രിയിലെ ജീവനക്കാർ വരെ ജാക്കിന്റെ പരാക്രമത്തിൽ വട്ടം ചുറ്റി. ചില്ലുവാതിൽ തകർത്തതിന് 15,000 രൂപ വാങ്ങി പിന്നീട് ഇയാളെ വിട്ടയച്ചു. കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ജാക്ക് ബ്ലാക്ക് ബേൺ ഗോവയിലേക്ക് പോയെന്നാണ് പോലീസ് അറിയിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം കൊണ്ടോട്ടിയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കൊണ്ടോട്ടി കിഴിശ്ശേരിയിലാണ് അസം സ്വദേശിയെ സുഹൃത്ത് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്തിയത്. അബ്ദുൽ ഇസ്ലാം എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗുഡ്ജാർ ഹുസൈനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബുധനാഴ്ച രാത്രി 10:15 കിഴിശ്ശേരിയിലെ സ്കൂളിന് സമീപം വെച്ചായിരുന്നു സംഭവം. ദീർഘകാലമായി കൊണ്ടോട്ടി കിഴിശ്ശേരി മേഖലയിൽ താമസിക്കുന്നവരാണ് അസം സ്വദേശികളായ അഹദുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും. ഇരുവരും തമ്മിൽ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പണത്തെ ചൊല്ലി അഹദുൽ ഗുൽജാറിനെ മർദ്ദിച്ചു. ഈ ദേഷ്യത്തിൽ നടന്നു പോവുകയായിരുന്ന അഹദുൽ ഇസ്ലാമിനെ തന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ കൊണ്ട് പ്രതി ഗുൽജാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പിന്നീട് ദേഹത്തിലൂടെ വാഹനം കയറ്റിയിറക്കി. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പുലർച്ചെയോടെ കൊണ്ടോട്ടി പോലീസ് അരീക്കോട് വാവൂരിൽ നിന്ന് പിടികൂടി. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ട്. ഈ ഇടിച്ചതിനൊക്കെ ദൃക്സാക്ഷികളുണ്ട്. മലയാളികളും മറ്റ് അവന്റെ ബന്ധുക്കളും ഒക്കെ സാക്ഷികളാണ്. മരിച്ചയാളുടെ ജോലി എന്തായിരുന്നു? മരിച്ചയാളുടെ ജോലി പടവിന്റെ ജോലിയാണ്, മേസ്ത്രി പണിയാണ്. ഈ ഓട്ടോറിക്ഷ രക്ഷപ്പെടുന്ന സമയത്താണ് പിടികൂടുന്നത്. ഈ ഓട്ടോറിക്ഷയായിട്ട് രക്ഷപ്പെടുന്ന സമയത്താണ് നമ്മൾ അലർട്ട് മെസ്സേജും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അരീക്കോട് ഭാഗത്തായിട്ടാണ് പോയതെന്ന് നമുക്ക് മനസ്സിലായി. അരീക്കോട് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നമ്മൾ അലർട്ട് മെസ്സേജിലൂടെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിരുന്നു. പ്രതി 15 വർഷത്തോളമായി കേരളത്തിൽ കുടുംബമായാണ് താമസം. അഹദുൽ ഇസ്ലാമിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂരിൽ മകളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി പ്രേമരാജനെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2017 മെയ് 14 മകളുടെ ഭർത്താവായ തലശ്ശേരി സ്വദേശി സന്ദീപിനെ കൊലപ്പെടുത്തിയത്. കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥിനിയെ പിന്തുടരുകയും വീട്ടിലെത്തി ശല്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കൊടിയത്തൂർ സ്വദേശി ആബിദിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. പ്രതിക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ നഗരസഭാ ജീവനക്കാരനെ വിജിലൻസ് പിടികൂടി. ഫറോക്ക് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ VK രാജീവനാണ് പിടിയിലായത്. മിനറൽ വാട്ടർ ഏജൻസി തുടങ്ങാനുള്ള ലൈസൻസ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്.
ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തി എറണാകുളം ജില്ലയിൽ അനധികൃതമായി തങ്ങിയ 2 ബംഗ്ലാദേശി പൗരന്മാർ പിടിയിൽ. ബംഗ്ലാദേശ് സ്വദേശികളായ മൊനിറുൽ മുല്ല, അൽതാബ് അലി എന്നിവരാണ് അങ്കമാലി പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ കറുകുറ്റി ഭാഗത്തു നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഒരു പഫ് അടിക്കുന്നു, ഫ്രീ ആയി തരാം. ഇങ്ങനെ പല ഓഫറുകളുമായി സ്കൂളുകൾക്ക് മുന്നിൽ ലഹരി മാഫിയ സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ ബൈക്കിലെത്തിയ യുവാവാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കരികിൽ കഞ്ചാവുമായി എത്തിയത്. ഇത് കണ്ട +1 വിദ്യാർത്ഥി മൊബൈൽ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. അതോടെ ആ വിദ്യാർത്ഥിക്ക് നേരെ യുവാവിന്റെ പരാക്രമം. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ അക്രമി വിദ്യാർത്ഥിയെ അടിച്ച് താഴെയിട്ട് മുകളിൽ കയറിയിരുന്ന് കല്ലുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ബൈക്കിലാണ് അക്രമി എത്തിയതെന്നാണ് വിവരം. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ഇങ്ങനെ ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ട്. അവരുടെ കെണിയിൽ വീഴാതിരിക്കാൻ കുട്ടികൾ അതീവ ജാഗ്രത പുലർത്തുക. ഇതോടെ ഇന്നത്തെ പോലീസ് ഫുട്ബോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.